ഹലോ വൈബൻസേ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തൻ ഈറ്റിംഗ് ചാലഞ്ച്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് കഴിച്ച് തീർക്കാൻ പറ്റും. സോ അതുകൊണ്ട് 2 കൈ ബാക്കിൽ കെട്ടിയിട്ട് വാ വെച്ച് മാത്രം കഴിക്കുന്നതാണ് ഇന്നത്തെ ചാലഞ്ച്. അപ്പം ഈ ചൂടത്ത് പറ്റിയ ഒരു ചാലഞ്ചുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഗായ്സ് നമുക്ക് കറക്റ്റ് നടുക്ക് നോക്കിയാൽ ഇത് കട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ചെറുത് അവന് വലുതെന്നൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് ഇത് നോക്കാം മാക്സിമം കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്യാൻ പറ്റുമെന്ന്. കറക്റ്റ് ഉണ്ടല്ലേ? വെറൈറ്റി. അപ്പൊ ഗായ്സ് ഇത് കട്ട് ചെയ്ത് നമ്മൾ നല്ല വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഇവര് കൈ കെട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചാലഞ്ചിലോട്ട് പോകാം. അപ്പൊ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഗുഡ് ലക്ക് ഗായ്സ്. ഇത് എങ്ങനെ കഴിച്ച് തീർക്കുമെന്നാണ് ചാലഞ്ച്. ഈ ചൂടത്ത് കൈ കൊണ്ട് എളുപ്പത്തിൽ കഴിച്ച് തീർക്കാമല്ലോ. പെട്ടെന്ന് ഷാജി 3-4 കടി അവന്റെ ആഴത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. കമോൺ ധർമ്മ കമോൺ. അപ്പൊ ഇവർക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. ഇപ്പൊ 1 മിനിറ്റ് കടന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് 1 മിനിറ്റ് ആയി. 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റിൽ ആരാണ് ഏറ്റവും കൂടുതൽ കഴിച്ച് ചെയ്യുന്നത് അവര് ജയിക്കും. ഇപ്പൊ 1 മിനിറ്റ് കഴിയാറായി. കമാൻഡറായേ. ഓ ഷാജി വെറും വിഷയം. ധർമ്മ അതാ വിട്ടു കൊടുക്കണില്ല. കമോൺ പാടാം. ധർമ്മ ഒരു വഴിയായി. ശബ്ദം നോക്കാന്റെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവൻ കളി പശുവാണ്. കമോൺ പശു ഗായ്സ്. ഷാജി ഒരു വഴിയായി. ആടാ ഷാജി വിഷയം. അപ്പൊ 5 മിനിറ്റ് ആയി. അപ്പൊ 5 മിനിറ്റിൽ അവര് കഴിച്ചതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ധർമ്മ കഴിച്ചതാണ്. ഈ തണ്ണിമത്തൻ ധർമ്മ കഴിച്ചതാണ്. ഇത് ഷാജി കഴിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണാൻ ആരാണ് വിജയിച്ചതെന്ന്. ഷാജിയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത്. ഷാജി കഴിഞ്ഞ കാലത്ത് പട്ടിയായിരുന്നു എന്തോ അറിയില്ല. പക്ഷെ ജയിച്ചിട്ടുണ്ട് അവൻ. കൈ ബാക്കി കെട്ടി കഴിക്കുന്നത് ഇത്തിരി പാടാണ്. അത്ര എളുപ്പത്തിൽ കഴിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. അപ്പം ഈ ചൂടത്ത് ഇങ്ങനത്തെ ഒരു ചാലഞ്ച് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ചാലഞ്ചുകൾ ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ചാലഞ്ച് ചെയ്യാൻ. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് മറക്കണ്ട. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു. പിന്നെ ഗൈസ് ഈ ഫുഡൊന്നും നമ്മൾ വേസ്റ്റ് ആക്കാറില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴിക്കും.